ബഹുമാനപ്പെട്ട വിശ്വാസികളെ, ഇന്ന് നമുക്ക് RDOയിൽ നിന്നൊരു റിപ്പോർട്ട് ഒരു ഒരു വിധി വന്നിട്ടുണ്ട്. അത് ഇടവക ജനങ്ങളെ സത്യാവസ്ഥ ഒന്ന് അറിയിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ബാവാപ്പറമ്പ് എന്ന് പറയുന്ന വസ്തു, അത് പള്ളി വരുന്നതിന് മുമ്പ്, ഈ 50 വർഷം മുമ്പ്, പള്ളി വരുന്നതിന് 25 വർഷം മുമ്പ് അത് സഭ വാങ്ങിച്ച വസ്തുവാണ്. ആ വസ്തു ബാവയുടെ പേരിലാക്കിയ സമയത്ത്, ആ സമയത്ത് നമ്മുടെ കൈക്കാരൻ RDOയ്ക്ക് ഒരു പരാതി കൊടുത്തു. ആ പരാതിയുടെ റിപ്പോർട്ട്, പരാതിയിൽ നിന്നുള്ള ഉത്തരവാണ് ഈ പറയുന്ന ഇപ്പം വന്നേക്കുന്ന വിധി എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഈ വിധി മേളിൽ ഇട്ടിട്ടുണ്ട്. ആ വിധിയിൽ പറഞ്ഞിരിക്കുന്ന 1477 എന്നുള്ള തണ്ടപ്പേരിലാക്കണമെന്നാണ്. തണ്ടപ്പേരാണ്. ആ കരമടച്ച രസീതാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് യാക്കോബ സുറിയാനി സഭ, അങ്ങനെ സഭയില്ല, ആ സഭയുടെ പേരിലാക്കി ഈ വസ്തു പഴയതുപോലെ ആക്കണമെന്നാണ് ഈ പറയുന്ന നമ്മുടെ കൈക്കാരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് നമ്മളെ ഡൽഹിയിലും ആവശ്യമുള്ള എല്ലായിടത്തും പോയി നമ്മുടെ കൈക്കാരൻ മേടിച്ചുകൊണ്ട് വന്ന ഒരു വിധി, ഒരു റിപ്പോർട്ടാണ്, ഒരു വിധിയാണ് ഈ പറഞ്ഞ ഈ വിധി. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ സഭയെ വഞ്ചിച്ച് നേടിയതാണ്. അതായത് സഭയെ കൊണ്ട് വിറ്റു കൊടുക്കുകയാണ്. നമ്മുടെ വസ്തു നമ്മുടെ സഭയുടെ വസ്തുവാണ്. നമ്മുടെ സഭയുടെ വസ്തു ഇന്ന് യാക്കോബക്കാർക്ക് തീർ എഴുതി കൊടുക്കാൻ വേണ്ടി നമ്മുടെ കൈക്കാരൻ കളിച്ച ഒരു കളിയാണ്. കളിയുടെ ബാക്കി പത്രമാണ് ഇത് സംഭവം എന്ന് പറയുന്നത്. യാക്കോബക്കാര് ഇവിടെ ഈ യാക്കോബക്കാർക്ക് കൊടുക്കുക എന്നുള്ളത്, പള്ളിയുടെ പേരിലാക്കുക എന്നുള്ളതാണ് ഇയാൾ ആദ്യം ആവശ്യപ്പെട്ടത്, ഈ വസ്തു. പക്ഷെ പള്ളിയുടെ പേരിലാക്കാൻ പറ്റത്തില്ല. പള്ളി വരുന്നതിന് 25 വർഷം മുമ്പ് സഭ വാങ്ങിച്ച വസ്തു ആയതുകൊണ്ട് അത് ഒരു കാരണവശാലും പള്ളിയുടെ പേരിലാക്കാൻ പറ്റില്ല. ഇപ്പം ആക്കാൻ പറ്റുന്നത് പഴയ പേരിലാണ്, യാക്കോബ സുറിയാനി സഭയുടെ പേരിലാക്കണമെന്നാണ് ഇപ്പൊ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഈ വിധി പറഞ്ഞിരിക്കുന്നത്. അത് ഇന്ന് എന്തായാലും നമ്മുടെ വസ്തു യാക്കോബക്കാർക്ക് തീർ എഴുതി കൊടുക്കാനും പാത്രീസ് ബാവായിക്ക് കുറച്ച് വസ്തു വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ ഈ സിറ്റിക്കകത്ത് ചെയ്ത ആ ഗൂഢാലോചന നടത്തി നമ്മളെ സഭയെ വഞ്ചിച്ച നമ്മുടെ കൈക്കാരനും അദ്ദേഹത്തിന് കൂട്ടാളികൾക്കും എല്ലാ ഭാവങ്ങളും തരുന്നു. മാത്രമല്ല, ഇനിയും തുടർന്ന് ഇത് അവസാനത്തെ വിധിയൊന്നുമല്ല, ഇനിയും വരുന്നുണ്ട്. അപ്പൊ ഇനിയും നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള സംഭവമുണ്ട്. ഇനിയും ഇതിനകത്ത് അപ്പീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു അവസാന വിധിയൊന്നുമല്ല, അന്തിമ വിധിയൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുന്നിടത്തോളം സന്തോഷിച്ചോളൂ.